ആർക്കെങ്കിലും ഏറ്റവും വലിയ പദവിയിൽ സ്വർഗത്തിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്കാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എന്താ, മൻ ത്വലബൽ ഇൽമ ലിയുഹിയ ബിഹിൽ ഇസ്ലാം ഫഹുവ മിനസ് സിദ്ദീഖീൻ വദറജതുഹു ബഅദ ദറജത്തിൻ നുബുവ്വ. ആരാണോ അറിവ് അന്വേഷിക്കുന്നത്, എങ്ങനെ അന്വേഷിക്കുന്നത്, എന്തിനു വേണ്ടി അന്വേഷിക്കുന്നത്, ലിയുഹിയ ബിഹിൽ ഇസ്ലാം, ആ അറിവ് കൊണ്ട് ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ, എന്ന് വെച്ചാൽ സ്വന്തത്തിൽ ആ അറിവ് പ്രാവർത്തികമാക്കിയാൽ അവൻ ഇസ്ലാമിനെ എന്ത് ചെയ്തു, ജീവിപ്പിച്ചു. സ്വന്തത്തിൽ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത് അവരത് പ്രാവർത്തികമാക്കിയാൽ വീട്ടിൽ ഇസ്ലാം ജീവിച്ചു. അങ്ങനെ നാട്ടുകാർ മൊത്തം അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ നാട്ടുകാരിൽ ഇസ്ലാം ജീവിക്കുക. ഈ ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ഒരാൾ അറിവ് അന്വേഷിക്കുകയാണെങ്കിൽ ഫഹുവ മിനസ് സിദ്ദീഖീൻ വദറജതുഹു ബഅദ ദറജത്തിൻ നുബുവ്വ, അവൻ സിദ്ദീഖീങ്ങൾപ്പെട്ടവനാണ്. അവന്റെ ആഖിറത്തിലെ പദവി നബിമാരുടെ പദവിക്ക് തൊട്ട് താഴെയാണ്. നബിമാരുടെ പദവിക്ക് തൊട്ട് താഴെയാണ്. നമുക്കൊരിക്കലും നബിയുടെ പദവിയിലേക്ക് എത്താൻ സാധിക്കുമോ? ഇല്ല. റസൂലുമാരുടെ പദവിയിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷെ നമ്മൾക്ക് തൊട്ട് താഴെയുള്ള പദവി നബിമാരും നബിമാരുടെ സ്വഹാബത്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് എത്താൻ പറ്റുന്നതിന്റെ ഏറ്റവും മാക്സിമം ടോപ്പിലുള്ള പദവിയാണ് എന്ത്? അത് ആർക്കുള്ളതാ? ശ്രദ്ധിക്കണം. ഇൽമ ഉള്ള ആലിമീങ്ങൾക്കും ഷെയ്ഖുമാർക്കും ഉലമാക്കൾക്കും മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാൾ ഈ നീയത്തോടുകൂടെ ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കുക, അവന് മറ്റ് തടസ്സങ്ങൾ വരുന്നുണ്ട്, കച്ചവടം വരുന്നുണ്ട്, മറ്റ് ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ വരുന്നുണ്ട്, എങ്കിലും അവൻ ദീൻ പഠനം മുടക്കുന്നില്ല. ദീൻ പഠിച്ചുകൊണ്ടേ, ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കാം. കടയിൽ ചെറിയൊരു തിരക്ക് ഒഴിയുമ്പോൾ ഉടനെ തന്നെ കിതാബ് എടുക്കുകയാണ്, ക്ലാസ്സുകൾ കേൾക്കുകയാണ്. ഇങ്ങനെ അവൻ ദീൻ പഠനം മുടക്കുന്നില്ല. അവന്റെ നീയത്തിന് മാറ്റം വരുന്നില്ല. അവൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല, മറ്റൊന്നും ലക്ഷ്യം വെക്കുന്നില്ല. അവന്റെ ലക്ഷ്യം ഇത് മാത്രമാണെങ്കിൽ അവൻ ആരും അറിയപ്പെടുന്ന ഒന്നുമായിട്ടില്ലെങ്കിലും അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്കൽ അവന്റെ സ്ഥാനം ഏറ്റവും ഉയരത്തിലാണ്. മറ്റൊരാൾക്ക് അവന്റെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു മസലയെ പഠിക്കാൻ പറ്റുള്ളൂ എങ്കിലും, ഒരു ആയത്തെ ഹിഫ്ളാക്കാൻ സാധിക്കുള്ളൂ എങ്കിലും, ഒരു ഹദീസിന്റെ അർത്ഥമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എങ്കിലും അത് മതി. ഉറച്ചു നിൽക്കുക. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാ? അത് എന്നും നിലനിൽക്കുന്നതാണ്. കുറച്ചാണെങ്കിൽ എന്നും നിലനിൽക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതിന്റെ മാക്സിമം ദിവസവും കുറച്ചായി ഇതിൽ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പഠനം നിർത്തരുത്, സ്റ്റോപ്പ് ചെയ്യരുത്. ഇതിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീയത്ത് മാറിപ്പോവാതിരിക്കുക. മറ്റൊന്നുമല്ല നിങ്ങളുടെ ആഗ്രഹം ആവേണ്ടത്. ആലിമാകണമെന്നോ അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കണമെന്നോ ആ രൂപത്തിൽ അറിയപ്പെടണമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും ആവരുത്. റബ്ബിന്റെ അടുക്കലുള്ള തൃപ്തി മാത്രം, റബ്ബിന്റെ അടുക്കലുള്ള പ്രതിഫലം മാത്രം, ഈ ഏറ്റവും വലിയ പദവി മാത്രം. മറ്റൊന്നും നമുക്ക് നീയത്തുണ്ടാവരുത്, മറ്റൊന്നും നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടാവരുത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കുള്ളതാണ് ഏറ്റവും വലിയ പദവി സ്വർഗത്തിൽ.